بسم الله الرحمن الرحيم فما كان جواب قومه إلا أن قالوا اقتلوه أو حرقوه فأنجاه الله من النار إن في ذلك لآيات لقوم يؤمنون وقال إنما اتخذتم من دون الله أوثانا مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا ومأواكم النار وما لكم من ناصرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1349 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 24-25 ആയത്തുകളാണ് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഖ്തുലൂഹു ഔ ഹർഖൂഹു ഫഅൻജാഹു അല്ലാഹു മിനൻ നാർ إن في ذلك لآيات لقوم يؤمنون وقال إنما اتخذتم من دون الله أوثانا مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا ومأواكم النار وما لكم من ناصرين. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 24 മുതൽ 24-25 ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിവരണം ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ഈ ആയത്തുകൾ മുതൽ വീണ്ടും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതിന് ശേഷം മക്കയിലെ ആളുകളെ വിശേഷിച്ച് കേൾപ്പിക്കുക എന്ന താല്പര്യത്തോടുകൂടി ചില ന്യായങ്ങളും ചില യുക്തിതലങ്ങളുമൊക്കെ വ്യക്തമാക്കപ്പെടുകയായിരുന്നു. നമ്മൾ ഇതിന്റെ തൊട്ടു മുമ്പായി വായിച്ചിട്ടുള്ള ഏതാനും ആയത്തുകളിലായിട്ട് അല്ലാഹു സൃഷ്ടിപ്പിന് തുടക്കമിട്ടത് എങ്ങനെയെന്നും അതിന് നൈരന്തര്യം തീരുമാനിച്ചത് ഏതു വിധത്തിലെന്നും ഭൂമിയിൽ സഞ്ചരിച്ചും നോക്കിക്കണ്ടും നിരീക്ഷിച്ചും ഒക്കെ മനസ്സിലാക്കാൻ ഈ ആളുകള് സന്നദ്ധരാവുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ യാത്ര ചെയ്ത് നിരീക്ഷിച്ച് മനസ്സിലാക്കട്ടെ എന്ന നിലക്ക് നിർദ്ദേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുകയുണ്ടായത്. എന്നാൽ അതിന്റെ അടിത്തറയിൽ സൃഷ്ടിപ്പിന്റെ തുടക്കവും നൈരന്തര്യവും തീരുമാനിച്ച അല്ലാഹു വീണ്ടും ഒരു ഘട്ടത്തില് അവരെ എല്ലാവരെയും പുനഃസൃഷ്ടിക്കുന്നതാണ് എന്ന കാര്യമാണ് മുന്നോട്ട് വെക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് കാരുണ്യം ലഭിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ്. ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അള്ളാഹ് തീരുമാനിച്ച അള്ളാഹു മശീഅത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകാനിരിക്കുന്നവരാണ്. ഒരാളും തന്നെ അള്ളാഹുവിന്റെ വിധി നിശ്ചയങ്ങളെ മറികടക്കുന്ന, തോൽപ്പിച്ചു കളയുന്ന
അതിന് സാധ്യതയുള്ള, അതിന് കഴിവുള്ള ആരുമല്ല മനുഷ്യരോ ജീവജാലങ്ങളോ ഒന്നും തന്നെ. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ രക്ഷപ്പെടാനോ ആർക്കും സാധ്യമല്ല. ആകാശത്തിന്റെ ഉയരങ്ങളിലോ ഭൂമിയുടെ ആഴങ്ങളിലോ ഒന്നും തന്നെ അവരെ സഹായിക്കുന്നവരും സംരക്ഷിക്കുന്നവരുമായിട്ട് ആരുമില്ല. ഒരിടവും അവർക്ക് ആ വിധത്തിൽ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സുരക്ഷിതത്വം നൽകുന്നതായിട്ട് കാണാൻ സാധ്യമല്ല എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. തുടർന്ന് നിഷേധികൾ അള്ളാഹുവിലും അവന്റെ ആയാത്തുകളിലും അവനുമായുള്ള കൂടിക്കാഴ്ചയിലും വിശ്വാസമില്ലാത്ത ആളുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാര്യത്തില്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാര്യത്തില് നിരാശ ഉള്ളവരായി മാറിയിരിക്കുന്നു എന്നുകൂടി അവിടെ അള്ളാഹു പറഞ്ഞു വെക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ ജനതയുമായി നടത്തിയ ആശയ സംവാദത്തിന്റെ വിഷയത്തിലേക്ക് വീണ്ടും തിരികെ എത്തുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ആ ജനത നടത്തിയ പ്രതികരണം ഏത് വിധത്തിലുള്ളതായിരുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. യുക്തിഭദ്രമായ, ദൈക്ഷണികമായി ഒരാൾക്കും നിഷേധിക്കാനോ തള്ളിക്കളയാനോ കഴിയാത്ത, അല്ലെങ്കിൽ തോൽപ്പിച്ചു കളയാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഉത്തരം പറയാൻ കഴിയാത്ത ന്യായങ്ങളും വാദങ്ങളുമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയ്ക്ക് മുന്നിൽ വെക്കുകയുണ്ടായത്. ആ നാട്ടിലെ ഭരണാധികാരിയെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കേട്ടുകൊണ്ടിരുന്ന ആ സമൂഹത്തിലെ പ്രമുഖരായ ആളുകളുടെയും കാര്യത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടോ യുക്തിഭദ്രമായ ന്യായങ്ങളോടോ ഒന്നും തന്നെ അതേ വിധത്തില് പ്രതികരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് നൽകാൻ കഴിയുന്ന ഉത്തരം ഒന്നും തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച വാദഗതികൾക്കും ന്യായങ്ങൾക്കും മതിയായ ഉത്തരങ്ങളാകുന്നുമില്ല. അതിനാൽ അവര് പിന്നെ വേറെ ചില ന്യായങ്ങളിലേക്ക്, അല്ലെങ്കിൽ വേറെ ചില നടപടികളിലേക്കാണ് നീങ്ങുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളില് അള്ളാഹു വിവരിക്കുന്നത് അവരുടെ ആ പ്രതികരണം എന്തായിരുന്നു എന്നതാണ്. ഫമാഖാന ജവാബ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയുടെ മറുപടി ഇതല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഫമാഖാന ജവാബ ഖൗമിഹി, ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ജനതയുടെ മറുപടി ഇങ്ങനെയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. ഇല്ലാൻ ഖാലു, അവരിങ്ങനെ പറഞ്ഞു എന്നത് മാത്രമാണ് അവർ നൽകിയ മറുപടി. ഇബ്രാഹിം അലൈഹി ഇസ്ലാം വളരെ യുക്തിഭദ്രമായ ന്യായങ്ങളാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ പരാമർശിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ അവര് നൽകിയ മറുപടി ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞു എന്നതാണ്. ഉഖ്തുലൂഹു ഔ ഹർരിഖൂഹു, ഇതാണ് അവര് പറഞ്ഞ മറുപടി. അയാളെ കൊന്നു കളഞ്ഞേക്ക്, അതല്ലെങ്കിൽ അയാളെ ചുട്ടരിച്ചേക്ക്. ഇതാണ് ആ സമൂഹം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് നൽകിയിട്ടുള്ള മറുപടി. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ ന്യായങ്ങള് അവര് സ്വന്തം കൈകൾ കൊണ്ട് രൂപപ്പെടുത്തി ഉണ്ടാക്കിയിട്ട് ഓരോ പേര് വിളിക്കുന്നു എന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള ദിവ്യത്വത്തിന്റെ അംശം പോലും ഇല്ലാത്ത ഈ ഔസാനുകൾ, ഈ വിഗ്രഹങ്ങളും രൂപങ്ങളും ഒക്കെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ സ്ഥാനത്ത് പങ്കുകാരായിട്ട് കൊണ്ട് നടക്കുന്നത്. ഒരിക്കലും തന്നെ ഇവര് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങള് രൂപപ്പെടുത്തി തന്നവരല്ല, നിങ്ങൾക്ക് ഉണ്മ തന്നവരല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുന്നവയല്ല. ഇനി അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ
കഴിയുന്നവരുമല്ല ഇവരൊന്നും തന്നെ. ഈ ന്യായങ്ങൾ തീർച്ചയായിട്ടും പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ന്യായങ്ങളാണ്. ലോഹം കൊണ്ടോ വേറെന്തെങ്കിലും ധാതുക്കൾ ഉപയോഗിച്ചുകൊണ്ടോ ഇവര് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഈ വിഗ്രഹങ്ങളും ബിംബങ്ങളും അതുപോലെയുള്ള രൂപങ്ങളും ഒക്കെ തന്നെ അവയെയാണ് അവര് ദിവ്യത്വമുള്ളവരായി കണ്ടുകൊണ്ട് അള്ളാഹുവിൽ പങ്കാളികളാക്കി കൊണ്ട് നടക്കുന്നത്. അതിനെതിരെ ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് സംസാരിച്ചപ്പോ അവർക്ക് ഫലപ്രദമായ ന്യായങ്ങളൊന്നും മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊരു മറുവാദങ്ങളും അവർക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ല. ഉത്തരം മുട്ടുമ്പോ പിന്നെ ഉണ്ടാവാറ് സത്യസന്ധതയില്ലാത്ത ആളുകളുടെ ഭാഗത്ത് നിന്ന് ഈ വിധത്തിലുള്ള വയലൻസ് ആണ്. എല്ലാ നാട്ടിലും എല്ലാ സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഹിംസയാണ് പിന്നെ അവരുടെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. ശരിയായ ന്യായം മുന്നോട്ട് വെച്ച് വാദഗതികള് ശക്തിപ്പെടുത്തി ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് അവ അപ്രസക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള മറുന്യായങ്ങൾ പറയാൻ അവരുടെ കയ്യിലില്ല. അപ്പൊ പിന്നെ അവര് ചെയ്യുന്നത് ഇവൻ വലിയ അപകടകാരിയാണ്, ഇവനെ കൊന്നുകളയേ വഴിയുള്ളൂ, ഇവനെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റൂല എന്നതാണ് ആ ജനത ഒന്നടങ്കം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുകയുണ്ടായത്. ഉഖ്തുലൂഹു ഔ ഹർരിഖൂഹു, അവനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്, ഇതുപോലത്തെ ശല്യങ്ങളെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റുകയില്ല. ചിലര് ചുട്ടുകൊന്നുകളയാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലാനുള്ള നിർദ്ദേശം പൊതുവാണ്. എന്നാൽ അതിലേറ്റവും വലിയ ഹൃദയകാഠിന്യം കാണിച്ചുകൊണ്ടുള്ള ഒരു കൊല തന്നെയാണ് നടത്തേണ്ടത് എന്ന അഭിപ്രായക്കാരും കൂട്ടത്തിലുണ്ട്. ഹർരിഖൂഹു, അവനെ അങ്ങ് കരിച്ചു കളഞ്ഞേക്ക് എന്നാണ് പറയുന്നത്. മലയാളത്തിലെ കരിച്ചു കളയുക എന്ന വാക്ക് വന്നിട്ടുള്ളത് ഈ അറബി ഭാഷയിലെ ഹരിഖ എന്ന വാക്കുന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉഖ്തുലൂഹു ഔ ഹർരിഖൂഹു, അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്, അല്ലെങ്കിൽ കൊല്ലുന്നത് തന്നെ ചുട്ടെരിച്ചുകൊണ്ട് കരിച്ചു കളഞ്ഞുകൊണ്ട് ആണ് ചെയ്യേണ്ടത് എന്ന വിധത്തിലുള്ള അഭിപ്രായമാണ് അവരിൽ നിന്നുണ്ടായി വന്നത്. ഫഅൻജാഹുല്ലാഹു മിനന്നാർ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ തുടർ നടപടികൾ വിശദാംശങ്ങളൊന്നും വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹു അത് പറയുന്നില്ല. മറിച്ച് അതിന്റെ തുടർന്ന് അതിന് ശേഷം ഉണ്ടായത് എന്താണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഖുർആന്റെ ഒരു വിവരണ ശൈലിയുടെ ഒരു പ്രത്യേകതയാണത്. ഓരോ കോണ്ടെക്സ്റ്റിലും അള്ളാഹു നിശ്ചയിച്ച ആവശ്യമെന്ന വിധത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരിക്കുക. ഇത് സംബന്ധമായി വിവരണം വേറെ പലയിടങ്ങളിലും ഉള്ളത് അതിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രം പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ തുടർന്ന് പറയുന്നത് ഫഅൻജാഹുല്ലാഹു മിനന്നാർ, അള്ളാഹു അദ്ദേഹത്തെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ അവര് പരസ്പരം നിർദ്ദേശിച്ച കാര്യം ഉഖ്തുലൂഹു ഔ ഹർരിഖൂഹു, ഈ ശല്യക്കാരനെ, ഈ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ മനുഷ്യനെ നമുക്ക് അങ്ങ് കൊന്നുകളയാം, ചിലര് ചുട്ടരിച്ച് കളയാം എന്നൊക്കെയുള്ള വിധത്തിലാണ് അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അവര് വലിയൊരു അഗ്നികുണ്ഡം ഉണ്ടാക്കി അത് ആളിക്കത്തുന്ന അവസ്ഥയിൽ അതിലേക്ക് എടുത്തെറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിന് ശേഷമുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചെയ്ത കാര്യം വിശുദ്ധ ഖുർആനിൽ വേറെ സന്ദർഭങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഫഅൻജാഹുല്ലാഹു മിനന്നാർ, അള്ളാഹു പക്ഷേ തീയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ വിശദാംശങ്ങളും എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായത് എന്ന കാര്യവും ഖുർആനിൽ വേറെ ചിലയിടങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നമുക്ക് ഈ വിശദാംശങ്ങളിലേക്ക് വരാം. ഫഅൻജാഹുല്ലാഹു മിനന്നാർ, അള്ളാഹു അദ്ദേഹത്തെ
ആ ജനത അദ്ദേഹത്തെ തീയിലെറിഞ്ഞപ്പോ ആ തീയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, നിശ്ചയമായിട്ടും ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു നടപടിക്രമത്തിൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിന്റെ ഏകത്വത്തെയും പാരത്രിക ജീവിതത്തെയും പ്രവാചകന്മാരുടെ ദൗത്യത്തെയും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഈ ഇടപെടൽ വളരെ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ദൈവികമായ ബോധ്യങ്ങൾ നമ്മിൽ ഉണ്ടാക്കി തരുന്ന വിധത്തിലുള്ള പ്രതിഭാസങ്ങളാണ് ഈ സംഭവത്തിൽ അടങ്ങിയിട്ടുള്ളത്. അവര് വലിയ തീയുണ്ടാക്കി ആളിക്കത്തിച്ചപ്പോ അതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അവര് ആ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്നത് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, സത്യസന്ധമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെയും വളരെ പ്രാധാന്യമുള്ള വലിയ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചെടുക്കാനുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് അന്ധമായ എന്തെങ്കിലും വിശ്വാസത്തെ കുറിച്ചല്ല അള്ളാഹു പരാമർശിക്കുന്നത്. യുക്തിഭദ്രമായ, മനസ്സിന് ശാന്തിയും സമാധാനവും തരുന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അന്ധവിശ്വാസം എന്ന കണ്ണടച്ചുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ അന്ധവും ബധിരവുമായ വിധത്തിലുള്ള ഒരു വിശ്വാസം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. ഖുർആൻ അതിനെതിരിലാണ് പലയിടത്തും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വിശ്വസിക്കാൻ സന്നദ്ധതയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യുക്തിബോധത്തോടെ, സത്യസന്ധതയോടെ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എങ്ങനെ ഈ അതികഠിനമായ അഗ്നികുണ്ഡത്തെ, അതിന്റെ ചൂടിനെ, അതിന്റെ കത്തിപ്പടർന്ന് കരിച്ചു കളയാനുള്ള കഴിവിനെ എങ്ങനെ അള്ളാഹു ഇല്ലാതെയാക്കി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്നത് പഠന വിധേയമാക്കേണ്ട, ശരിക്ക് ദാർശനികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളേണ്ട കാര്യം തന്നെയാണ്. അതില് ദൈവികമായ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വിശ്വാസപരമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളുടെ കാര്യത്തിൽ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന്റെ മുമ്പായിട്ട് അടുത്ത ആയത്ത് നമ്മൾ വായിച്ചു വെച്ചത് മുഴുവനാക്കാം. വഖാല, തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുകയാണ്. എന്ന് പറഞ്ഞ അഗ്നികുണ്ഡത്തിൽ നിന്ന് അള്ളാഹു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ ജനതയോട് പറയുന്നത്, ഇന്നമത്തഖതും മിൻ ദൂനില്ലാഹി ഔസാന, നിശ്ചയമായിട്ടും നിങ്ങൾ അള്ളാഹുവിന് പുറമെയായി അല്ലെങ്കിൽ അള്ളാഹുവിന് പകരമായി സ്വീകരിച്ചിരിക്കുന്നത് കേവല വിഗ്രഹങ്ങളെയാണ്, ചില ബിംബങ്ങളെയാണ്, ചില രൂപങ്ങളെയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന് പകരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? മവദ്ദത്ത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ലോകത്തെ സ്നേഹബന്ധങ്ങളുടെ നിദാനമായിട്ട് നിങ്ങൾക്ക് പരസ്പരം ഉള്ള സ്നേഹബന്ധത്തിന്റെ ഒരു അടിത്തറയായി, ഒരു മാനദണ്ഡമായി, ഒരു നിദാനമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഏറ്റവും അബദ്ധജടിലമായ, അടിസ്ഥാനരഹിതമായ, യുക്തിരഹിതമായ ഈ വിഗ്രഹങ്ങളെയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ പരസ്പര സ്നേഹബന്ധം, നിങ്ങൾ വളരെ ഊഷ്മളമായ സ്നേഹബന്ധമായിട്ട് കൊണ്ടു നടക്കുന്ന, നിങ്ങൾ വളരെ ബോണ്ടഡ് ആണല്ലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ വളരെ ബോണ്ടഡ് ആണ്. പക്ഷെ അതിന്റെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നത് എന്താ? ഈ ഏറ്റവും അടിസ്ഥാനരഹിതമായ വിഗ്രഹങ്ങളോ, ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്ത, ഒരു തരിമ്പ് സത്യവും അടങ്ങിയിട്ടില്ലാത്ത വിഗ്രഹങ്ങളെയാണ് നിങ്ങളുടെ പരസ്പര സ്നേഹബന്ധത്തിന്റെ അടിത്തറയായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്.
മനുഷ്യന് എന്തിന്റെ പേരിലും സൗഹൃദം ഉണ്ടാക്കാം. നമുക്ക് അത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് നിരന്തരം. കള്ളുകുടിയന്മാര് കള്ളുകുടിക്കുന്ന പരസ്പരമുള്ള താല്പര്യം, അവരുടെ പൊതു താല്പര്യം അതാണല്ലോ. അതിന്റെ പേരിൽ ഭയങ്കര സൗഹൃദം ഉണ്ടാവും. ചീട്ട് കളിക്കുന്ന ആളുകള് ചീട്ടുകളിയുടെ ആ ഒരു കോമൺ ഇൻട്രസ്റ്റിന്റെ പേരിൽ സൗഹൃദം ഉണ്ടാവും. അതുപോലെ മറ്റു വഴിവിട്ട ജീവിതം ഒക്കെ പിന്തുടരുന്ന ആളുകള്, അസാൻമാർഗികമായ ജീവിത രീതി പിന്തുടരുന്ന ആളുകള്, അത്തരം കാര്യങ്ങളില് അവർക്കുള്ള കോമൺ ആയ താല്പര്യത്തിന്റെ പേരിൽ വളരെ അടുത്ത സുഹൃത്തുക്കളും സ്നേഹബന്ധമുള്ളവരും പരസ്പരം സഹായിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറിയുന്നവര്. അതുപോലെയാണ് സാമ്പത്തിക താല്പര്യങ്ങള്, അതുപോലെ അക്രമവാസന, കവർച്ച, അതുപോലെ കൊള്ള, അതുപോലെ തെഫ്റ്റ് പോലെയുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന ആളുകള് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും വലിയ കട്ട ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ മവദ്ദത്തിന് പല അടിത്തറകളും ഉണ്ട്. എല്ലായ്പ്പോഴും വളരെ ആത്മാർത്ഥമായ, സത്യസന്ധമായ, സത്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു അടിത്തറ ആവണം എന്നില്ല. എന്നാൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവനിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം സ്നേഹിക്കുകയും മവദ്ദത്ത് പങ്കിടുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യം വിശുദ്ധ ഖുർആൻ വേറെ പലയിടത്തും പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് സ്നേഹം പങ്കിടുന്ന ആളുകൾ, പരസ്പരം ഇഷ്ടത്തിലായ ആളുകൾ, അവരുടെ സ്നേഹബന്ധത്തിന്റെയും പരസ്പരമുള്ള ഇഷ്ടത്തിന്റെയും ഒക്കെ അടിസ്ഥാനം അവരിരുവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതും അള്ളാഹുവിൽ അവരിരുവരും വിശ്വാസമുള്ളവരാണ് എന്നതിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്നേഹബന്ധം ഉള്ളത്. അത് വിശുദ്ധ ഖുർആൻ പലയിടത്തും പരാമർശിക്കുന്ന ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെതിരിൽ ഒരു നാട്ടിലെ ജനതയിലെ ബഹുഭൂരിപക്ഷം ആളുകളും കൈകോർത്ത് അദ്ദേഹത്തെ അങ്ങ് കൊന്നുകളയി, അയാളെ അങ്ങ് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു കളയി എന്നൊക്കെ പറയുവാൻ കാരണമാകുന്ന വിധത്തിൽ ഐക്യപ്പെടുന്നത് എന്ത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഖുർആൻ ഇവിടെ അതിനെ സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരോട് പറയുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇന്നമത്തഖത്തും മിൻ ദൂനില്ലാഹി ഔസാന. അള്ളാഹുവിന് പകരം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വിഗ്രഹങ്ങളെയാണ്. മവദ്ദത ബൈനിക്കും ഫിൽ ഹയാത്തി ദുനിയ. ഐഹിക ലോകത്തെ നിങ്ങൾക്കിടയിൽ പരസ്പരമുള്ള ഊഷ്മളതയുടെയും സ്നേഹത്തിന്റെയും കൃപാവായ്പിന്റെയും ഒക്കെ ബോണ്ടായിട്ട്, അടിത്തറയായിട്ട് നിങ്ങൾ ഈ വിഗ്രഹങ്ങളെയാണോ സ്വീകരിച്ചിരിക്കുന്നത്? ഈ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 100% അബദ്ധമാണ്, വ്യാജമാണ്, വ്യർത്ഥമാണ്, മിഥ്യയാണ്. അതാണ് കാരണം. വിഗ്രഹം വെറും രൂപം മാത്രമാണ്. അതിന് ദിവ്യത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഒരു വേൾഡ് ഓഫ് ഐഡിയാസ് അതിന്റെ മേൽ ബിൽഡപ്പ് ചെയ്യുന്നത്. ആ ഒരു ആശയതലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ പേരിൽ പരസ്പരം ഹൃദയബന്ധമുള്ള ആളുകളായി മാറിയവരാണ് ഇവര്. അപ്പോ ഐഹിക ലോകത്ത് നിങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ അടിത്തറയായിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ വിഗ്രഹങ്ങളെയാണ് എന്നാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവരെ ഉണർത്തുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഈ മഹാനായ പ്രവാചകൻ അവരെ കേൾപ്പിക്കുന്ന ഒരു കാര്യം തുടർന്ന്, സുമ്മ യൗമൽ ഖിയാമത്തി, എന്നാൽ അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഈ സൗഹൃദം ഉണ്ടാവുമോ? നിങ്ങളിപ്പോ കാണിക്കുന്ന സ്നേഹവും പരസ്പരമുള്ള ഇഷ്ടവും സഹകരണവും കൈകോർക്കലും ഒക്കെ യൗമുൽ ഖിയാമത്തിൽ അള്ളാഹു നിങ്ങളെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഘട്ടത്തില് നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം ഉണ്ടാവുമോ? സുമ്മ യൗമൽ ഖിയാമത്തി, എന്ത് സംഭവിക്കുമെന്ന്? യക്ഫുറു ബഅ്ദുക്കും ബിബഅ്ദിൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യും. അന്ന് സ്നേഹം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വ്യാജമായ മിഥ്യയായ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സ്നേഹബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സ്നേഹബന്ധം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ
നിങ്ങൾ കണ്ണു തുറക്കുന്ന നാളിൽ സത്യത്തിലേക്കായിട്ട് നിങ്ങളുടെ കണ്ണുകള് തുറന്നു പിടിക്കേണ്ടി വരുന്ന ആ നാളില് നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ പരസ്പരം സ്നേഹം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ രണ്ടുപേരും വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയത് ഈ മിഥ്യയുടെ പേരിലാണ് എന്നത് അവിടെ വെച്ച് നിങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം അവിശ്വസിക്കുകയും തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യും. നിങ്ങൾ പരസ്പരം പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം ഗുണകാംക്ഷ കാണിച്ചുകൊണ്ടോ അല്ല അവിടെ ഉണ്ടാവുക. മറിച്ച് യൗമൽ ഖിയാമത്തില് നിങ്ങൾ യക്ഫുറു ബഅ്ളുക്കും ബിബഅ്ളിൻ, നിങ്ങളിൽ ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ നിഷേധിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പരസ്പരം തള്ളിക്കളയുന്നവരായിരിക്കും. വയൽഅനു ബഅ്ളുക്കും ബഅ്ള, അന്നാളില് നിങ്ങളിൽ ചിലര് മറ്റു ചിലരെ ശപിക്കുന്നവരായിരിക്കും. എന്താ ശപിക്കാൻ കാരണം? നിങ്ങൾ പറയുക എന്താണ്, ഇയാള് കാരണമായിട്ടാണ് ഞാൻ ഈ വിഗ്രഹ പൂജകനായി മാറിയത്, അയാളാണ് എന്നെ അങ്ങോട്ട് നയിച്ചത്, ആണ് എന്നെ പിടിച്ചു നിർത്തിയത്, ഞാൻ നേരത്തെ ഇബ്രാഹിം പറഞ്ഞ കാര്യമൊക്കെ കേട്ടിട്ട് സത്യത്തിലേക്ക് പോകാൻ നിന്നതാണ്, ഇവനാണ് എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരസ്പരം ശപിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു 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 അടിത്തറയോ ആയിട്ട് ഇത് നിലനിൽക്കൂല. അന്ത്യനാളിൽ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെട്ട സ്നേഹബന്ധങ്ങൾക്ക് മാത്രമേ സ്വീകാര്യതയോ പ്രസക്തിയോ ഉണ്ടാവുകയുള്ളൂ. അവിടെ മാത്രമേ നിങ്ങൾക്ക് ഊഷ്മളതയും ആത്മാർത്ഥതയും കാണാൻ കഴിയുള്ളൂ. ഈ വ്യാജമായ, വ്യർത്ഥമായ, അതുപോലെ മിഥ്യയായ കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ സൗഹൃദം ഉണ്ടല്ലോ, ഇങ്ങനെ സൗഹൃദം ഉണ്ട്, അതില്ല എന്ന് വിചാരിക്കേണ്ട. ദുനിയാവിൽ അങ്ങനെ സൗഹൃദം ഉണ്ട്. ഇപ്പോ കമ്മ്യൂണിസത്തെ ജീവിതത്തിന്റെ ആദർശമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ഇടയിൽ ഭയങ്കര സ്നേഹബന്ധമൊക്കെ ഉള്ള ബോണ്ട് കാണാൻ കഴിയും. അതുപോലെ വിഗ്രഹാരാധനയുടെ പേരിൽ പരസ്പരം കൂട്ടുകൂടിയിട്ടുള്ള ആളുകള്, സൗഹൃദ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള ആളുകള്, എല്ലാ നെറികേടുകൾ ചെയ്യുന്നതിനും കട്ട ഫ്രണ്ട്സ് ആയിട്ട് അവർ കൂടെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അത് വർക്ക് ചെയ്യുന്നത് ഈ ദുനിയാവിലും മാത്രമാണ്. മിഥ്യയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആ സ്നേഹബന്ധം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് അവര് പരസ്പരം നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നവരായിട്ട് മാറും. മാത്രമല്ല അവര് പരസ്പരം ശപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. വയൽ അനു ബഅ്ളുക്കും ബഅ്ള, എന്നിട്ടോ വമഅ്വാക്കും മുന്നാർ, നിങ്ങളുടെ മടക്കം നരകത്തിലേക്കുമായിരിക്കും. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ മടങ്ങാനിരിക്കുന്നത് നരകത്തിലേക്കുമായിരിക്കും. വമാ ലക്കും മിൻ നാസിരീൻ, നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഒരു സഹായി ഉണ്ടാവില്ല. നിങ്ങളിപ്പോ എന്നെ തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞല്ലോ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തി. ഇനി ഒരു നാള് വരാനുണ്ട്, നിങ്ങളുടെ ഈ കട്ട സൗഹൃദം ഒന്നും ഒരു പ്രയോജനവും അന്ന് തരില്ല. മാത്രമല്ല നിങ്ങൾ എടുത്തെറിയപ്പെടാൻ പോകുന്നത് ഇപ്പോ നിങ്ങൾ എന്നെ എടുത്തെറിഞ്ഞിട്ടുള്ള തീക്കുണ്ടത്തിനേക്കാൾ എത്രയോ ഇരട്ടി വീര്യമുള്ള, ശക്തിയുള്ള, അഗ്നി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീക്കുണ്ടത്തിലേക്കായിരിക്കും. അവിടെ ഒരു സഹായിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. വമാ ലക്കും മിൻ നാസിരീൻ, നിങ്ങൾക്കായിട്ട് അവിടെ ഒരു സഹായിയും ഉണ്ടാവുകയില്ല. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അവരോട് തുടർന്ന് പറയുന്ന കാര്യം. മക്കയിലെ ആളുകളെ കേൾപ്പിക്കുക എന്ന താല്പര്യത്തിലാണ് ഈ കഥ മുഴുവനായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനിടക്ക് വെച്ച് ചില വാചകങ്ങള് അവരെ തന്നെ നേരിട്ട് അവരോടായിട്ട്, ഒരു പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ കാലഘട്ടത്തിലെ ആളുകളെ കേൾപ്പിച്ചിട്ടുണ്ടാവാൻ ഇടയില്ലാത്ത, ഒരു പക്ഷെ കേൾപ്പിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അള്ളാഹു നേരിട്ട് മക്കയിലെ ആളുകളോട് പറയുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്യും. അതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച വാദഗതികളുടെ മുന്നിൽ ഉത്തരം മുട്ടിയ അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തെ ഇല്ലാതാക്കി കളയാൻ വേണ്ടിയുള്ള ആലോചനകളിലായി. അയാളെ അങ്ങ് കൊന്നു കളഞ്ഞ് ശല്യം തീർത്തേക്ക്, അല്ലെങ്കിൽ അയാളെ അങ്ങ് കരിച്ചു കളഞ്ഞേക്ക് എന്നൊക്കെയാണ് അവര് പരസ്പരം നിർദ്ദേശിച്ചത്. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്തി? അതിഗംഭീരമായ ഒരു തീക്കുണ്ടം ഉണ്ടാക്കിയിട്ട് അത് ആളിക്കത്തുമ്പോ അതിന്റെ മധ്യത്തിലേക്ക് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ എടുത്തെറിഞ്ഞപ്പോ അള്ളാഹു തീയിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ഞാൻ ആറ ഖൂനി ബർദം വസലാമൻ, ഞാൻ ആറു ഖൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം എന്നാണ് അള്ളാഹു അഗ്നിയോട് ആ ഘട്ടത്തിൽ പറയുന്നത്.
തീയിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, ഇബ്രാഹിമിന് നീ കുളിരും ആശ്വാസവും ഒക്കെ ആവണമേ എന്ന്. ഇത് അള്ളാഹ് നിർദ്ദേശിക്കുകയാണ്. ഇതിൽ അസംഭവ്യമായിട്ട് യാതൊന്നും നമുക്ക് കാണേണ്ടതില്ല. കാരണം ഓരോ സംഗതിയും അതിന് ഇപ്പോൾ ഉള്ള പ്രകൃതം പ്രവർത്തനക്ഷമമായിട്ടുള്ളത്, ഇപ്പോ വെള്ളത്തിന് കുളിര് അനുഭവപ്പെടുന്നത്, കാറ്റിന് അതിന്റെ പ്രകൃതം ഉള്ളത്, തീയിന് കത്തി പടരുക എന്നതും വിഴുങ്ങിക്കളയുക എന്നതും ഒക്കെ ആയിട്ടുള്ള പ്രകൃതം ഉള്ളത്, കരിച്ചു കളയുക എന്ന പ്രകൃതം ഉള്ളത്, ഇതൊക്കെ അതിന് അള്ളാഹു നൽകിയിട്ടുള്ളത് കാരണമായിട്ടുണ്ടായ പ്രകൃതാണ്. തീ സ്വന്തമായി സ്വതന്ത്രമായി ഉണ്ടാക്കിയ പ്രകൃതമല്ല. കാറ്റിന് അതിന്റെ പ്രകൃതം അള്ളാഹു നൽകിയ പ്രകൃതാണ്. അതിന് സ്വന്തമായി ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രകൃതമല്ല. മഞ്ഞിനും ഐസിനും ഒക്കെ തന്നെ അതിൻ്റെതായ പ്രകൃതം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. ഇതേ അള്ളാഹുവാണ് അവന്റെ പ്രാപഞ്ചിക പ്രകൃതി സംവിധാനത്തിൽ ഇടപെട്ടുകൊണ്ട് അഗ്നിയോട് നിർദ്ദേശിക്കുന്നത്. എന്താണ് നിർദ്ദേശം? കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. ഇബ്രാഹിമിന് നീ കുളിരാവുക, അതുപോലെ ആശ്വാസമാവുക. ഇതാണ് തീക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശം. അത് പ്രവർത്തനക്ഷമമാവുന്നു എന്നതിൽ എന്ത് കൗതുകമുള്ളത്? തീക്ക് കരിച്ചു കളയാനും വിഴുങ്ങിക്കളയാനുമുള്ള കഴിവുണ്ട് എന്നത് തന്നെ നമ്മളാരും കൊടുത്ത കഴിവൊന്നുമല്ല. തീ സ്വയം ആർജിച്ച കഴിവുമല്ല. അതുകൊണ്ട് തന്നെ അത് വലിയ അത്ഭുതം അടങ്ങിയിട്ടുണ്ട് അതില്, അല്ലെ? വിത്ത് മുളക്കുന്നതിൽ അത്ഭുതമല്ലേ? നമ്മളാരും ചെയ്യുന്നതല്ലല്ലോ അത്. വിത്ത് സ്വയം മുളക്കുന്നതുമല്ല. അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങള് ഉണ്ടായി വരുമ്പോ അത് മുളക്കണം എന്ന് തീരുമാനിച്ചത് അള്ളാഹുവാണ്. അതിനാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അങ്ങനെ സംഭവിക്കുന്നു എന്നത് തന്നെ ഒരു അതിഭയങ്കരമായ അത്ഭുതമാണ്. പക്ഷെ അത് ഒരു പ്രക്രിയ എന്ന നിലക്ക് നിരന്തരമായി ഇവിടെ നടക്കുന്നത് കൊണ്ട് നമുക്കത് ഒരു അത്ഭുതമായിട്ട് നമ്മളത് കണ്ടോളണമെന്നില്ല. പക്ഷെ ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് അത് ഉണ്ടാവുന്നതെങ്കിൽ, വളരെ ഹാർഡായ ഡ്രൈ ആയ ഒരു സാധനം മണ്ണിൽ കിടന്ന് നനവ് പറ്റിയപ്പോ അത് മുള പൊട്ടി അതിൽ നിന്ന് ഇലകളൊക്കെ പുറത്തു വന്ന് അങ്ങനെയുണ്ട് ജീവൻ കിളിർത്തു വരുന്നു എന്ന് കാണുന്നത് അതിലൊരു അത്ഭുതം ഉണ്ടാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നിത്യവും കാണുന്ന ഒരു കാഴ്ച ആയതുകൊണ്ടാണ് നമുക്ക് അതില് അത്ഭുതം തോന്നാത്തത്. അതിൽ അത്ഭുതമുണ്ട്, തോന്നൂല എന്നല്ല, നമ്മുടെ ശ്രദ്ധയിൽ പതിഞ്ഞോളണമെന്നില്ല. അതേ സമയത്ത് അള്ളാഹു അഗ്നിക്ക് നൽകിയിട്ടുള്ള പ്രകൃതം അതെല്ലാറ്റിനെയും കരിച്ചു കളയുന്നു, വിഴുങ്ങിക്കളയുന്നു എന്ന ഒരു 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 കാഴ്ച നിരന്തരമായി പ്രകൃതിയിലെ ഒരു പ്രതിഭാസം എന്ന നിലക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിൽ നമുക്ക് കൗതുകം കാണാൻ കഴിയാത്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയ കൗതുകമൊന്നും അഗ്നി കുളിരായിട്ടും ആശ്വാസമായിട്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വർത്തിച്ചുവെങ്കിൽ അതിനേക്കാൾ അത്ഭുതകരമായിട്ട് യാതൊന്നുമില്ല. കാരണം രണ്ടും ഒരേ പ്രതിഭാസമാണ്. ഒന്ന് അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം കരിച്ചു കളയുന്ന, വിഴുങ്ങിക്കളയുന്ന ഒരു സംഗതിയായിട്ട് തീ പ്രവർത്തിക്കുന്നു. ഇതേ സംഗതി ആശ്വാസവും കുളിരുമായി മാറുന്ന വിധത്തില് ഒരാളുടെ കാര്യത്തിൽ ഫങ്ഷൻ ചെയ്യുന്നു. ഇതിന് രണ്ടും കൽപ്പന നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അതുകൊണ്ട് അത് അസംഭവ്യമായിട്ട് അതിൽ യാതൊന്നുമില്ല. അതിന്റെ സംഭവ്യതയുടെ സ്വാഭാവികത, ദൈവികത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിന്റെ പ്രകൃതത്തിന്റെ യഥാർത്ഥ അടിത്തറ എന്താണ് എന്നത് പരിശോധിക്കുമ്പോഴാണ്. ഇപ്പൊ വിരലിലെ നഖങ്ങൾ വളരുന്നത് നമ്മളാരെങ്കിലും അത്ഭുതം കൂറി ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടോ? അതേസമയത്ത് ഈ നഖം വളരുന്നതിന് പകരം നമ്മളുടെ വിരല് തന്നെയാണ് ദിനം വെച്ച് വളരുന്നത് എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. വിരലിങ്ങനെ ദിനേന വളർന്നുകൊണ്ടിരിക്കുകയാണ്, നഖം വളരുന്ന പോലെ. ആഴ്ചയിൽ ഒരു ദിവസം മുറിച്ചു കളയേണ്ട വിധത്തിൽ നഖം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേപോലെ വളരുന്നത് വിരല് തന്നെയാണെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ വിരല് വളരുമ്പോ നമുക്ക് അത് അസാധാരണത്തുള്ളതായതുകൊണ്ട് അതിൽ അത്ഭുതം തോന്നും. നഖം വളരുന്നതോ നമുക്ക് നിത്യവും കാണാൻ അനുഭവപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് നമുക്ക് അതിൽ വലിയ അത്ഭുതം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് രണ്ടും ഒരേ പ്രതിഭാസമാണ്. വിരലിന് ഒരു പ്രത്യേക വളർച്ച എത്തിക്കഴിഞ്ഞാൽ
പിന്നീട് വളരേണ്ട എന്ന വിധത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. ശാസ്ത്രലോകം നിർദ്ദേശിച്ചിട്ട് വളർച്ച അവസാനിപ്പിച്ചതല്ല അത്. വിരല് സ്വയം തീരുമാനിച്ചതുമല്ല. നമ്മൾ ആരെങ്കിലും പറഞ്ഞങ്ങനെ ആക്കിയതുമല്ല. അപ്പൊ വിരലിന്റെ വളർച്ചയെ ക്രമീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതേപോലെ തന്നെ നഖത്തിന്റെ വളർച്ച നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളതും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് ഇതില് ഒരു നമ്മൾ അവിശ്വസനീയമായിട്ട് കാണേണ്ടതായിട്ട് യാതൊന്നുമില്ല. ഈ പ്രപഞ്ച സംവിധാനത്തിന് പുറകിൽ അള്ളാഹുവിന്റെ ആസൂത്രണമുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതില് അവിശ്വസനീയമായിട്ട് യാതൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോ ഈ ഒരു സംഭവത്തിനെ തുടർന്ന് അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എണീറ്റ് വന്നു എന്നത് നോക്കി നിന്ന സകല ആളുകൾക്കും പ്രപഞ്ചനാഥനായ ഒരു റബ്ബുണ്ട് എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. മൂസ അലൈഹി ഇസ്ലാം പിൽക്കാലത്ത് ഈ ചെങ്കടൽ കടന്ന് അദ്ദേഹവും അനുയായികളും സിനായി മരുഭൂമിയിൽ എത്തിയപ്പോൾ ഉണ്ടായ ആ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. ഈ അള്ളാഹുവിനെ അവനുദ്ദേശിക്കുമ്പോൾ വേണ്ട വിധത്തിൽ ഇടപെടാൻ കഴിയുന്ന അള്ളാഹുവിനെയാണ് മൂസ അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അവരാരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ യഥാർത്ഥത്തില് ഒന്നിനും കഴിവില്ലാത്തവരാണ്. യഥാർത്ഥത്തിൽ ദിവ്യത്വമുള്ള അല്ലെങ്കിൽ ദൈവികതയുള്ള ഒരേ ഒരു ശക്തി അള്ളാഹുവാണ് എന്ന കാര്യമാണ് ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു അവരുടെ മുന്നില് അവരെ കാണിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യം, അതിഭയങ്കരമായ തീക്കുണ്ടത്തിലേക്ക് ഇബ്രാഹിമിനെ എടുത്തെറിഞ്ഞപ്പോ ഉരുകിയില്ലാതായി പോകാൻ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം വേണ്ടി വരുന്ന അത്രയും കടുപ്പുള്ള തീയിലേക്കാണ് എടുത്തെറിയപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ രോമങ്ങൾക്ക് പോലും ഒരു പരിക്കും പറ്റാത്ത വിധത്തില് അദ്ദേഹം കുളിരും അതുപോലെ ആശ്വാസവും പകരുന്ന ഒരു പ്രതലത്തിൽ നിന്ന് എണീറ്റ് വരുന്ന വിധത്തില് എണീറ്റ് വരുന്നത് കാണുക എന്നത്, അതിന് കഴിവുള്ള ഒരു റബ്ബുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തലാണ്. ഇവരാരാധിച്ചു കൊണ്ടിരുന്ന അള്ളാഹുവിനോടൊപ്പം ഇവര് കൊണ്ടു നടന്നിരുന്ന ഈ പങ്കാളികൾ, അല്ലെങ്കിൽ അള്ളാഹുവിന് പകരമായിട്ട് അവർ കൊണ്ടു നടന്നിരുന്ന ഈ ശരീക്കുകള്, വിഗ്രഹങ്ങൾ, അവരുടെ ബിംബങ്ങൾ, അതിനൊന്നും ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നില്ല. പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ഇടപെടാൻ പോയിട്ട് അങ്ങനെ ഒരു പ്രാപഞ്ചിക വ്യവസ്ഥ നേരത്തെ ഉണ്ടാക്കാൻ പോലും കഴിയാത്തവരാണല്ലോ അവര്. എന്നിട്ടല്ല അതിൽ ഇടപെടുന്ന കാര്യം സാധിക്കുക. അപ്പോ ഈ വിഗ്രഹങ്ങളല്ല യഥാർത്ഥത്തിൽ ദൈവം എന്നത് ബോധ്യപ്പെടുത്തുകയാണ് ഇബ്രാഹിം ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിലൂടെ അള്ളാഹുവിന് പ്രാപഞ്ചിക സംവിധാനത്തെ രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അതില് ഇടപെടാനും സാധിക്കും. അതില് ഇടപെട്ടുകൊണ്ട് ആവശ്യമുള്ള സന്ദർഭങ്ങളില് വളരെ അവിശ്വസനീയത തോന്നുന്ന വിധത്തിലുള്ള നടപടികൾ നടപ്പിലാക്കാനും പ്രയാസമില്ല എന്ന കാര്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. 1-2 ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. സൂറത്തുൽ അംബിയയിലെ 69-ാമത്തെ ആയത്തിലാണ് അഗ്നിക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശം നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളത്. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നാം പറയുകയുണ്ടായി അഗ്നിയെ വിളിച്ചുകൊണ്ട്, ഇബ്രാഹിമിന്റെ മേൽ നീ കുളിരും ആശ്വാസവുമാകണം എന്ന്. ഇതാണ് ഒരായത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വായിക്കുന്നത്. സൂറത്തുൽ സുഖ്റുഫില് ഇന്ന് നമ്മൾ വായിച്ച 2-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരായത്ത് കാണാം. അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ എന്ന് പറയുന്നത് കാണാം. ഇതില് അൽ അഖില്ല എന്ന് പറഞ്ഞാൽ ഖലീലിന്റെ ബഹുവചനാണ്. കട്ട കൂട്ടുകാരെന്നൊക്കെ പറയുന്ന കട്ട സൗഹൃദം ഒക്കെ ആയ ആളുകൾ, അൽ അഖില്ല ഖലീലായ ഏറ്റവും അടുത്ത കൂട്ടുകാരായി കഴിഞ്ഞിരുന്ന ആളുകൾ ആ നാളിൽ ബഅ്ളുഹും ലിബഅ്ളിൻ അദുവ്വുൻ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന മുത്തഖികളായ ആളുകളല്ലാതെ. മുത്തഖികൾക്കുള്ള ഇടയിലുണ്ടായിരുന്ന സൗഹൃദം അത് കേടുപാടില്ലാതെ നിലനിൽക്കും അന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ. പക്ഷേ
മറിച്ചുള്ള മറ്റുള്ള ആളുകളുടെ കാര്യത്തില് അന്ന് അവര് ഭയങ്കര അഖില്ല ഒക്കെ ആയിട്ട് ഭൂമിയിൽ ജീവിച്ച ആളുകളായിരിക്കും. പക്ഷെ അവിടെ ഭയങ്കര ശത്രുതയിലാണ് അവര് കണ്ണു തുറക്കുക. കാരണം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യധികം ദുരിതപൂർണമായ അവസ്ഥകള് അവര് മറ്റുള്ളവരിൽ പഴിചാരിക്കൊണ്ട് കാണാനാണ് ആ ഘട്ടത്തിൽ പ്രേരിതരാവുക. അപ്പൊ നേരത്തെ അടുത്ത സുഹൃത്തുക്കളായിട്ട് വളരെ തോഴന്മാരൊക്കെ ആയിട്ട് കണ്ടിരുന്ന ആളുകള് അവർക്ക് ശത്രുക്കളായിട്ടാണ് അനുഭവപ്പെടുക. അല്ലാഹു അതാണ് ഈ സൂറത്തുൽ സുഹ്റുഫിൽ 67-ാമത്തെ ആയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സൂറത്തുൽ അറാഫിൽ ഇങ്ങനെ കാണാം, കുല്ലമാ ദഖലത്ത് ഉമ്മത്തുൻ ലഅനത്തു ഉഖ്തഹ. ഓരോ സംഘവും നരകത്തിലേക്ക് അങ്ങ് ആനയിക്കപ്പെടുമ്പോ എങ്ങനെയാണ് അവർ വരുന്നത്? അവരെ അതിലേക്ക് എത്താൻ കാരണമായിട്ടുള്ള അവരുടെ മുൻഗാമികളായ ഒരു തലമുറയെ, ഒരു സമൂഹത്തെ അവർ ശപിച്ചുകൊണ്ടാണ് കടന്നു വരിക. ലഅനത്തു ഉഖ്തഹ, ഈ ഉമ്മത്തിന്റെ ഉഖ്തായിരുന്ന ഒരു സംഘത്തെ ശപിച്ചുകൊണ്ടാണ് അവർ വരിക. ഹത്താ ഇദാ ദാറകൂ ഫീഹാ ജമീഅ, അങ്ങനെ അവരെല്ലാവരും ആ നരകത്തിൽ എത്തിച്ചേരുന്നതോടെ ഖാലത്ത് ഉഖ്റാഹും ബിഊലാഹും, ആദ്യം വന്നവര് അവസാനം വന്നവര് ആദ്യം വന്നവരെ പറ്റി പറയുക ഇങ്ങനെയാണ്, റബ്ബനാ ഹഉലാഇ അളല്ലൂന, പടച്ച തമ്പുരാനെ ഇവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ച കൂട്ടര്. ഫാത്തിഹിം ലിഅഫം മിനന്നാർ, ഇവർക്ക് ഇരട്ടി നരകം കൊടുക്കണേ, നരകത്തിലെ അനുഭവം ഇവർക്ക് ഇരട്ടി കൊടുക്കണേ, ഇവര് കാരണമായിട്ടാണ് ഞങ്ങള് ഈ പഴച്ച വഴിയിലായി പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിന്നീട് വന്നവര് ആദ്യം വന്നവരെ പറ്റി പറയുന്നത്. അവിടെ ശത്രുതയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ നാളിൽ ഈ തഖ്വയുടെ പേരിൽ കൈകോർത്തവരല്ലാതെ, ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ, തഖ്വയുടെ പേരിൽ കൈകോർത്തവരല്ലാത്ത എല്ലാവരും തന്നെ അവിടെ കൂട്ടത്തല്ലായിരിക്കും, പരസ്പരം ശത്രുതയിലും അതുപോലെ ശപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുമായിരിക്കും അവരുണ്ടാവുക. ഇവിടെ ഭയങ്കര സൗഹൃദമായിരിക്കും. തിന്മയിലും അക്രമവാസനയിലും അതുപോലെ ലലാലത്തിലും ഒക്കെ ഭയങ്കര സൗഹൃദം നൽകിക്കൊണ്ട് നിന്റെ ഖത്തിയത്തൊക്കെ ഞാൻ പേറിക്കൊള്ളാം, നീ വിഷമിക്കണ്ട എന്ന് പറയുന്ന നേതാക്കന്മാരും എന്ന് പരസ്പരം ആശ്വസിപ്പിക്കുന്ന അംഗങ്ങളും ഒക്കെയുള്ള കൂട്ടായ്മകൾ ലോകത്ത് ഒരുപാടുണ്ട്. ഈ ആളുകൾ പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ ഒരു നേതാവും മുരീദിന്റെ കൂടെ അയാളുടെ സംരക്ഷണത്തിനായിട്ട് അവിടെ ഉണ്ടാവില്ല. ഒരു അടുത്ത കൂട്ടുകാരനും തന്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ രംഗത്ത് വരില്ല. അവിടെ ഉണ്ടാവുക പരസ്പരം ശത്രുതയിലായിരിക്കും അവര്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നത് കാണാം, ഇങ്ങനെയാണ്, അത് സൂറത്തുൽ അഹ്സാബില് വഖാലു റബ്ബന ഇന്ന അതാഅനാ സാദത്തന, അവർ പറയും ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയായിരുന്നു, വകുബ്രാഅന, ഞങ്ങളുടെ കൂട്ടത്തിലെ തലയെടുപ്പുള്ളവരെയും അനുസരിക്കുകയായിരുന്നു, ഫളല്ലൂന സബീല, അവര് ഞങ്ങളെ പഴപ്പിച്ചു കളഞ്ഞു, റബ്ബന ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബെ, വലഅൻഹും ലഅനൻ കബീറ, അവരെ അതികഠിനമായിട്ട് നീ ശപിക്കുകയും ചെയ്യണമേ എന്നാണ് അവര് പറയാ. ദുനിയാവിൽ എങ്ങനെയായിരുന്നു അവര്? എന്തൊരു സൗഹൃദം, എന്തൊരു യോജിപ്പ്, എന്തൊരു രഹസ്യമായ ധാരണകളൊക്കെയാണ് നമ്മൾ കാണുന്നില്ലേ? കൊല്ലുന്നതിനും ചുട്ടുകരിക്കുന്നതിനും ആയിരങ്ങളെ ചതിച്ചുകൊണ്ട് ഒരു രാജ്യത്തെ തന്നെ വഞ്ചിച്ചുകൊണ്ടൊക്കെ നയനിലപാടുകൾ രൂപീകരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും എന്തൊരു സഹകരണമാണ്. എന്നാൽ ഇവരൊക്കെ തന്നെ ഏത് വിധത്തിലായിരിക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളില് ഹാജരാവുക എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. അതിവിചിത്രമായിട്ട് നമുക്ക് അത് അനുഭവപ്പെടും. അവര് പരസ്പരം ശപിച്ചുകൊണ്ടും ശത്രുത കാണിച്ചുകൊണ്ടും വെറുപ്പും വിദ്വേഷവും കാണിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കും, കയ്യിൽ കിട്ടിയാൽ കടിച്ചു കീറും എന്ന അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. അവശേഷിക്കുന്ന ഒരേ ഒരു സൗഹൃദം, നിലനിൽക്കുന്ന മവദ്ദത്ത്, അത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെട്ടു വന്ന സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാത്രമായിരിക്കും. ഇല്ലൽ മുത്തഖീൻ എന്നാണല്ലോ മുകളിലൊരു ആയത്തില് നമ്മൾ വായിക്കുകയുണ്ടായത്. സ്നേഹബന്ധം അന്ന് ഊഷ്മളമായി നിലനിൽക്കുന്നത് മുത്തഖികളുടെ കാര്യത്തില് മാത്രമായിരിക്കും എന്നതാണ്. അവര് പരസ്പരം രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഉണ്ടാവും. അവര് ഓരോരുത്തരുടെയും വിഷമം പ്രയാസമൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും അവര് തങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്ക് തങ്ങളോടൊപ്പം ആദർശ
സുഹൃത്തുക്കൾ, ആദർശ ബന്ധുക്കളായി ഉണ്ടായിരുന്നവർക്കൊക്കെ വേണ്ടി അവരുടെ മനസ്സ് കേണുകൊണ്ടിരിക്കുന്നുണ്ടാവും ആ നാളിൽ. അവർക്കത് ആവശ്യമുള്ള അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ കൃപാവായ്പും അവർക്ക് ഉപകരിക്കുകയും ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഉയർത്തെഴുന്നേൽപ്പ് നാളില് സൗഹൃദം പ്രയോജനപ്പെടുന്ന മുത്തഖികളുടെ കൂട്ടത്തില് നമ്മയൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.